ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സാർ, കഴിഞ്ഞ ഒരു 20 വർഷക്കാലത്തെ കണക്കെടുത്ത് നോക്കിയാൽ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ടും അത് വളരെ ഭയാനകമാണ് എന്നുള്ളതാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഡോക്ടർ ഗംഗാധരനെ പോലുള്ള ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുമുണ്ട്. സാർ, കേരളത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അത് ശമിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നടപടി ഉണ്ടാകാൻ പറ്റുമോ? ചൈൽഡ് ക്യാൻസറാണ് സാർ ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കേരള ക്യാൻ എന്ന് പറഞ്ഞ് ഒരു മൂവ്മെൻറ്റ് അതിനെതിരായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗവൺമെൻറ്റിന് പുറത്തുള്ള സംഘടനകളും എല്ലാവരും കൂടി ചേർന്ന് ഒരു മാസ് മൂവ്മെൻറ്റിനെ കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കുമോ? വിദഗ്ധ ചികിത്സ കൊടുക്കുമോ? മരുന്നിനകത്തെ വിലയുടെ വ്യതിയാനം, ഇപ്പോൾ തമിഴ്നാട് കേരളം തമ്മിൽ മരുന്നിൻ്റെ ചില മരുന്നുകൾക്ക് വ്യതിയാനമുണ്ട്. അതുപോലുള്ള കാര്യത്തിലും ഒരു നിഷ്കർഷതയോടുകൂടിയ ഒരു സമീപനം എടുക്കുന്നു. സർ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മുടെ ആഗോള പൊതുജനാരോഗ്യ പ്രവർത്തകർ നേരിട്ടൊരു വലിയ പ്രശ്നമാണ് എങ്ങനെയാണ് ആളുകളെ സ്ക്രീനിങ്ങിലേക്ക് കൊണ്ടുവരിക. അതിനുള്ളൊരു ഉത്തരം കൂടിയാണ് സാർ ഇപ്പോൾ നമ്മൾ ഫെബ്രുവരി 4 തുടങ്ങി വെച്ച ജനകീയ ക്യാമ്പയിനിലൂടെ കേരളം കണ്ടെത്തിയിരിക്കുന്നതും കേരളം ലോകത്തോട് നൽകുന്നൊരു സന്ദേശം കൂടിയാണ് അത് സാർ. ഒരു വലിയ മൂവ്മെൻ്റാണ് സാർ. അതിലെല്ലാവരും പങ്കെടുക്കുന്നുണ്ട് സാർ. രാഷ്ട്രീയ ഭേദമില്ലാതെ സംഘടനകൾ, സ്ത്രീകളുടെ സംഘടനകൾ, യുവജന സംഘടനകൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്, സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചണിചേർന്നുകൊണ്ടാണ് സാർ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നുള്ള 12 മാസ ക്യാമ്പയിനാണ് സാർ. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ഒരു മാസം 13 ലക്ഷത്തിലധികം വനിതകൾ സ്ക്രീൻ ചെയ്യപ്പെട്ടു. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ മാത്രം ഏതാണ്ട് 60,000-ന് മുകളിൽ സ്ത്രീകൾ, ആദ്യത്തെ മാസം നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ് സാർ. 60,000-ന് മുകളിൽ സ്ത്രീകൾ അവിടെ സ്ക്രീൻ ചെയ്യപ്പെട്ടു. കോട്ടയം ജില്ലയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അംഗം ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധി ആയതുകൊണ്ട് കൂടി സാർ അവിടെ കോട്ടയം ക്യാൻ എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ടുള്ളൊരു പരിപാടി നടക്കുന്നുണ്ട്. ഓരോ ജില്ല കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള പരിപാടി നടക്കുന്നുണ്ട് സാർ. ഇതൊരു മാസ് മൂവ്മെൻ്റ് ആണ്. ഇങ്ങനെ ഒരു മാസ് മൂവ്മെൻറ്റ് നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാൻ HPV വാക്സിൻ്റെ കാര്യം പറഞ്ഞു സാർ, അതിൽ പിന്തുണ നമുക്ക് ലഭിക്കുന്നത്. മരുന്നിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു സാർ. കാരുണ്യ സ്പർശം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. അത് ഈ ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർ. അതായത് ആരോഗ്യ പരിരക്ഷയ്ക്ക് പുറത്തുള്ള ആളുകൾക്ക് ഏറ്റവും മിനിമം നിരക്കിൽ മരുന്നുകൾ ലഭ്യമാകും. അതാണ് ഞാൻ പറഞ്ഞത്. 1,10,10,000 രൂപയുള്ള ഒരു മരുന്നിന് 12,000 രൂപ എന്നുള്ളത് വാസ്തവത്തിൽ അത് സർക്കാർ സാധ്യമാക്കിയതാണ്. അത് കൂടുതൽ വിപുലീകരിക്കുന്നതിനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. പീഡിയാട്രിക് ഓങ്കോളജിയുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സർ.